കൈകൾ ഉയർത്തിക്കൊണ്ട് എല്ലാവരും വിളിച്ചാരാധിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നന്ദി പറയുന്നു. ഈശോയെ അങ്ങേ ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1000 ആരാധന സ്തുതിഗീതങ്ങൾ കർത്താവേ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിച്ച് ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പണം ചെയ്ത് നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പണം ചെയ്ത് ഒന്ന് ചേർന്ന് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആത്മജ്വാല ദൈവിക ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഓരോ ദിവസവും ദിവ്യകാരുണ്യമായ ഈശോയുടെ സാന്നിധ്യവും വചനത്തിൻ്റെ അതിശക്തമായ ഇടപെടലും നമ്മളെ ഓരോരുത്തരെയും വലിയ ആത്മീയ നിറവിലേക്കും ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യധികം തീഷ്ണതയോടെ, ആഗ്രഹത്തോടെ, ഏകാഗ്രതയോടെ വേണം ഈ ശുശ്രൂഷയിൽ ആദ്യന്തം സംബന്ധിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമായിട്ട്. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നിന്നാണ് ഇന്ന് കർത്താവ് നമുക്ക് വചനം തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണ്: വലിയ ഒരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി യേശുവിനെ പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ യേശുവിൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് മിശിഹ ഈ ദൈവവചനത്തിലൂടെ അതിശക്തമായ 4 സന്ദേശങ്ങളാണ് ഇന്ന് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 26-ാം വചനം: അവൾ പല വൈദ്യന്മാരുടെ അടുത്തും പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട സന്ദേശം എങ്ങനെയാണ്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഞാനായാലും നമ്മളായാലും ആരംഭത്തിൽ എന്താ ചെയ്യുന്നത്? ഒരു രോഗം വന്നു, ജീവിതത്തിലൊരു പ്രശ്നമുണ്ടായി, ഉടനെ നമ്മുടെ സുഹൃത്തുക്കളോട് പറയും, നമ്മുടെ ബന്ധുക്കളുമായിട്ട് ചർച്ച ചെയ്യും. അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം, ആലോചനപ്രകാരം രോഗമാണെങ്കിൽ പല ആശുപത്രികളിലും പോകും. ആദ്യം ചെറിയ ആശുപത്രികളിലായിരിക്കും, എന്നിട്ട് ഹൈടെക് ആശുപത്രികൾ വരെ കയറിയിറങ്ങും. ഈ രക്തസ്രാവക്കാരി സ്ത്രീ ചെയ്തതുപോലെ. അവസാനം ഇതൊന്നും ഫലിക്കാതെ വരുമ്പോൾ ആരെങ്കിലും പറയും, എന്തിനാ ഇങ്ങനെയൊക്കെ ഓടി നടക്കുന്നത്?
കർത്താവിൻ്റെ അടുത്തോട്ട് വാ, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന്. അങ്ങനെയാകുമ്പോൾ മറ്റൊന്നും ഫലിക്കാത്തതിൻ്റെ പേരിലാകാം, മറ്റുള്ളവർ പറയുന്നതിൻ്റെ പേരിലാകാം, എങ്ങനെയായാലും ഈശോയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരണം എന്നുള്ളതാണ്. ഈശോയുടെ അടുത്തേക്ക് വരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇവിടെ ഈ സ്ത്രീ എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്. കയ്യിലുള്ള സ്വത്ത് മുഴുവൻ പോയി, ആരോഗ്യം ക്ഷയിച്ചു, 100 ആശുപത്രികൾ കയറിയിറങ്ങി. അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളെ സുഖപ്പെടുത്താൻ, നമ്മളെ രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും എന്ന് ഉറപ്പായും അങ്ങ് വിശ്വസിക്കണം. നാട് നീളെ ലോകം മുഴുവൻ ഓടിപ്പാഞ്ഞ് നടക്കുന്നതിന് മുൻപേ ആദ്യമേ തന്നെ എല്ലാത്തിൻ്റെയും അധിപനായ കർത്താവിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഒന്നാമതായിട്ട് കർത്താവ് പറഞ്ഞു തരുന്ന സന്ദേശം. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്, അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. അങ്ങനെയാണ് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ അടുത്ത് വരാനായിട്ടിടയായത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടു. ഇങ്ങനെ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആ സ്ത്രീക്ക് ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. അവരും ഇങ്ങനെ ഇവളുടെ ഈ ദയനീയ സ്ഥിതി അറിഞ്ഞവരും പലരും പറഞ്ഞു, ഇത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ യേശു എന്ന് പേരുള്ള ഒരു വ്യക്തിയുണ്ട്, ആ കർത്താവിൻ്റെ അടുത്ത് ചെന്നോ നിനക്ക് സൗഖ്യം കിട്ടും. അപ്പം മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടാണ് ഈ സ്ത്രീ ഈശോയുടെ അടുത്തേക്ക് വരാനായിട്ട് കാരണം. അപ്പോൾ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് എന്നതാണ്, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കണം, അത് വിശ്വസിക്കണം. ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യമുള്ളവർ ഈ സ്ത്രീയോട് പറഞ്ഞു, ഇതാ ഞാൻ ചെന്നിട്ട് എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ തന്നെ എനിക്ക് മാനസാന്തരം ഉണ്ടായി, ഞാൻ അവിടുത്തെ അടുത്ത് വെറുതെ പോയി നിന്നേ ഉള്ളൂ, ഉടനെ തന്നെ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഇങ്ങനെ 100 അനുഭവ സാക്ഷ്യങ്ങൾ ഒത്തിരിയേറെ ആളുകൾ പറയുന്നത് ഇവൾ കേട്ടു. എന്നിട്ട് ഈ സ്ത്രീയോട് അവരും പറഞ്ഞു, നീ ഒന്ന് ചെല്ല്, കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ല്, തീർച്ചയായിട്ടും നിനക്ക് സൗഖ്യം കിട്ടും. കാരണം മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ആളല്ലേ, നായിമിലെ വിധവയുടെ മകൻ മരിച്ചു പോയിട്ട് ഉയർപ്പിച്ച ആളല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കഴിവുള്ള വ്യക്തിക്ക് ഒരു രോഗത്തെ മാറ്റാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പം നമുക്ക് രണ്ടാമതായിട്ട് ഈ വചനം പറഞ്ഞു തരുന്ന സന്ദേശം ഇതാണ്, പ്രിയപ്പെട്ടവരെ, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് അത് ശ്രദ്ധിക്കണം. എന്നിട്ടോ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞാൽ ചെല്ലണം. അവിടെ അനുഗ്രഹമുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, അവിടെ രക്ഷയുണ്ട്. ഇത് എൻ്റെയും നമ്മുടെയും ജീവിതത്തിലെ അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വചനം ശ്രവിക്കുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അത് 27 വചനമാണ്, 5 അധ്യായം 27 വചനം. അവൾ ആൾക്കാരെയൊക്കെ തിക്കി തിരക്കി ഇടയ്ക്കൂടെ കയറി വന്ന് കർത്താവിനെ ഒന്ന് തൊടാനാണ് ആഗ്രഹിച്ചെങ്കിലും ശരീരത്തിൽ തൊടാൻ പറ്റിയില്ലെങ്കിലും വസ്ത്രത്തിലെങ്കിലും തൊട്ടു. അതായത് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്തേക്ക് വരാനുള്ള തടസ്സങ്ങൾ നമ്മളിങ്ങനെ വകഞ്ഞ് മാറ്റണം. എന്താണ് ഞാൻ ഈ തടസ്സങ്ങൾ അല്പം സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണമെന്നോ? അത് ആൾക്കൂട്ടത്തിൻ്റെ തടസ്സമാകില്ല പലപ്പോഴും. നേരെ മറിച്ച് ഈശോയുടെ അടുത്തേക്ക് വരാനുള്ള തടസ്സം എന്നാണെന്നോ? നമ്മുടെ തന്നെ മനോഗതി, നമ്മുടെ തന്നെ ചിന്താധാരകൾ, നമ്മുടെ ചില പഠനങ്ങളും ചില തത്വചിന്തകളും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തും. ഒന്നാമതായിട്ടുള്ള തടസ്സം അങ്ങനെയൊക്കെയുള്ളതാണ്, നമ്മളിൽ തന്നെയുള്ള തടസ്സങ്ങൾ. ഞാൻ ചെന്നാൽ എന്താ കാര്യം, എനിക്ക് പ്രത്യേകിച്ച് സൗഖ്യമൊന്നും കിട്ടാൻ പോണില്ല, ഞാൻ 100 ഡോക്ടേഴ്സിനെ കണ്ടതല്ലേ, ഇനിയാണോ ഇങ്ങനെ ഒരാൾക്കൊരു വാക്ക് പറഞ്ഞിട്ട് സൗഖ്യപ്പെടുത്തുന്നത്? ഇങ്ങനെ ഒട്ടനവധി തടസ്സങ്ങൾ, തടസ്സവാദങ്ങൾ നമ്മൾ ഉന്നയിക്കും. ഇനി മറ്റ് തടസ്സം എന്ന് പറഞ്ഞാൽ ചിലർ നമ്മളെ പിന്തിരിപ്പിക്കും, നിരുത്സാഹപ്പെടുത്തും. അങ്ങോട്ടൊന്നും പോകണ്ട,
ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല, വചനം ശ്രവിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും, തടസ്സപ്പെടുത്തും. വചനം പറയുന്നത് അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റിയിട്ട് കർത്താവിൻ്റെ അടുത്ത് വരണമെന്ന്. നമ്മളിൽ നിന്ന് തന്നെയുള്ള തടസ്സങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞുള്ള തടസ്സങ്ങൾ, ജോലി തിരക്ക് മൂലമുള്ള തടസ്സങ്ങൾ, അങ്ങനെയുള്ള ഏത് തടസ്സങ്ങളായാലും അതിൽ നിന്നൊക്കെ നമ്മൾ മാറണമെന്ന്. എന്നിട്ട് കർത്താവിൻ്റെ അടുത്തോട്ട് വരണം. ഇനി പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ സന്ദേശം കർത്താവ് നമുക്ക് നൽകുന്നത് അത് 29-ാം വചനമാണ്. അത് ഈശോയുടെ ഒരു സാന്നിധ്യം, ഈശോയുടെ ഒരു സ്പർശനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ സ്പർശനവും ഒക്കെ ഔട്ട് ഓഫ് ഓർഡറിനെ ഓർഡറാക്കി മാറ്റും. അതായത് ക്രമമില്ലാത്ത ജീവിത രീതികളെ ക്രമമാക്കി രൂപപ്പെടുത്തി തരും. ഈ സ്ത്രീയെ സംബന്ധിച്ച് എന്തായിരുന്നു? ശരീരത്തിൻ്റെ പ്രവർത്തനം ക്രമരഹിതമായിരുന്നു, ഔട്ട് ഓഫ് ഓർഡറായിരുന്നു. കർത്താവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടപ്പോഴത്തേനും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകൃതമായി തീർന്നു. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങൾ ചിലപ്പോൾ ക്രമം തെറ്റിയുള്ള ജീവിതശൈലിയായിരിക്കും നമ്മൾ നയിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ വ്യക്തി ജീവിതമായാലും ചിലപ്പോൾ ക്രമരഹിതമായ ജീവിതം, ഒന്നിനും ഒരു നിശ്ചയമില്ല, ക്രമമില്ല, അടുക്കും ചിട്ടയുമില്ല. നമ്മൾ പറയലേ കണ്ടപടി ചന്തമെന്ന്, ഇങ്ങനെ പോകുന്നതായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം, വചനത്തിൻ്റെയും ദിവ്യകാരുണ്യത്തിൻ്റെയും സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ക്രമമുള്ളതാക്കി തീർക്കും. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വരുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക തന്നെ വേണം. ഇങ്ങനെ അതിശക്തവും ഏറെ പ്രധാനപ്പെട്ടതുമായ 4 സന്ദേശങ്ങളാണ് ഇന്ന് കർത്താവ് നമുക്കെല്ലാവർക്കുമായി പ്രദാനം ചെയ്യുന്നത്. ഒന്നാമതായി നമുക്കറിയാം, കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ വരേണ്ടത് കർത്താവിൻ്റെ അടുത്തേക്കാണ്. രണ്ടാമതായി, മറ്റുള്ളവർ ഈശോയെക്കുറിച്ച് പറയുന്നത് അത് കേൾക്കണം, എന്നിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് എത്തണം. മൂന്നാമതായി, ഈശോയുടെ അടുത്തേക്ക് വരുന്നതിനുള്ള എന്ത് തടസ്സങ്ങളായാലും, നമ്മളിൽ നിന്ന് തന്നെയായാലും മറ്റുള്ളവരിൽ നിന്നായാലും, അതൊക്കെ മാറ്റിയിട്ട് ഈശോയുടെ അടുത്തേക്ക് വരണം. നാലാമതായിട്ട് നമുക്കറിയാം, കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ഒരു നോട്ടം, കർത്താവിൻ്റെ ഒരു കടാക്ഷം, അത് നമ്മുടെ ഓർഡറില്ലാത്ത ജീവിതത്തിന് ക്രമം തന്നനുഗ്രഹിക്കും, ഔട്ട് ഓഫ് ഓർഡറിനെ ഓർഡറാക്കി തീർക്കും. അതുകൊണ്ട് മക്കളെ, നമുക്ക് കർത്താവിൻ്റെ അടുത്ത് എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യമായ ഈശോയുടെ അടുത്ത് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയുള്ളതായാലും അങ്ങനെ തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവ്യകാരുണ്യമായ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലേക്കും വലിയ അനുഗ്രഹം പ്രദാനം ചെയ്യും, വലിയ രക്ഷ പ്രദാനം ചെയ്യും, വലിയ സൗഖ്യങ്ങൾ പ്രദാനം ചെയ്യും. അതുകൊണ്ട് മക്കളെ, 2 കൈകളും ഇങ്ങനെയൊന്ന് തുറന്നു പിടിച്ച്, യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏത് സഹനങ്ങളായാലും, ഏത് വേദനകളായാലും, ഏത് നൊമ്പരങ്ങളായാലും അതൊക്കെ കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് ഉറക്കെന്ന് വിളിക്കാം, സ്വരമുയർത്തി വിളിക്കാം. സർവശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിച്ചുണരട്ടെ. 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഉറക്കെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാവരും സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കാം. കരങ്ങൾ കൂപ്പുക മക്കളെ. മക്കളെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് കണ്ടില്ലേ,
ആ രക്തസ്രാവക്കാരി സ്ത്രീ എന്തോരം ആശുപത്രികളാണ്, എന്തുമാത്രം വൈദ്യന്മാരുടെ അടുത്താണ് ഒന്ന് സൗഖ്യത്തിനായിട്ട് കയറി ഇറങ്ങിയത്, ഉള്ള പണമെല്ലാം നഷ്ടപ്പെടുത്തിയത്. അവസാനമല്ലേ പലരും പറഞ്ഞ് കേട്ട് അറിഞ്ഞ് കേട്ടപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തോട്ട് വരാം. മറ്റൊരു സ്ഥലത്തേക്കും പോകാതെ, മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാതെ, മനുഷ്യരുടെ, വസ്തുക്കളുടെ, വ്യക്തികളുടെ, സ്ഥാപനങ്ങളുടെ ഒക്കെ അടുത്തേക്ക് പോകാതെ നമുക്ക് കർത്താവിൻ്റെ അടുത്തോട്ട് വരാം. നമുക്കറിയണം പ്രിയപ്പെട്ടവരെ, ഈശോയിലാണ് രക്ഷയുള്ളതെന്ന്, ഈശോയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരുന്നതെന്ന്, ഈശോയാണ് നമ്മളെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുന്നതെന്ന്. രണ്ട് കരങ്ങളും ഇങ്ങനെ യാചനാരൂപത്തിൽ പിടിച്ചിട്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഒത്തിരിയേറെ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും ഇതാ അങ്ങേ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗത്താൽ വലയുന്നവര്, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, വലിയ സഹനങ്ങൾ, ജീവിതത്തിലെ വേദനകൾ, പലപ്പോഴും കർത്താവേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നതിന് പകരം മറ്റ് പല സ്ഥലങ്ങളിലേക്കുമാണ് പോകുന്നത്. ഈശോയെ, ഈ ആരാധന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളുമായിട്ട് രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നതുപോലെ ഇതാ ഞങ്ങൾ വരുന്നു. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും, സകല ബുദ്ധിമുട്ടുകളും, സകല വേദനകളും എല്ലാമായിട്ട് ഇതാ വരുന്ന കർത്താവേ. രണ്ട് കൈകൾ ഉയർത്തുക മക്കളെ, നമുക്ക് രണ്ട് കൈകൾ ഉയർത്താം. എന്നിട്ട് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും സ്വരങ്ങൾ ഉയർന്ന് കേൾക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ഈശോ നമ്മളെ ശക്തിപ്പെടുത്തും. ഈശോയിലാണ് രക്ഷ എന്ന് വിശ്വസിച്ചുകൊള്ളുക. ഈശോയാണ് നമ്മുടെ സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. വിളിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. യേശുവേ, കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കാം. കൈകൾ കൂപ്പിക്കൊണ്ട് സഹനങ്ങളൊക്കെയും എല്ലാവരും ചേർന്ന് കാഴ്ചകളാക്കി. കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കാം. ഈശോയെ, ആ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചു. എന്നെ സുഖപ്പെടുത്താൻ കർത്താവെ അങ്ങേക്ക് സാധിക്കുമെന്ന്, എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് കഴിവുണ്ട് എന്ന്, ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, രോഗാവസ്ഥയിൽ നിന്നും, വിഷമത്തിൽ നിന്നും, സഹനത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് അങ്ങേക്ക് സാധിക്കുമെന്ന് ആ സ്ത്രീ വിശ്വസിച്ചതുപോലെ കർത്താവെ, ഒരു ഉറച്ച വിശ്വാസത്തോടെ ഇതാ ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് വരുന്നു. കർത്താവേ, അങ്ങയുടെ ഒരു സാന്നിധ്യം മതി. ഞാൻ അഭിമുഖീകരിക്കുന്ന, എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ രക്ഷ നേടും. അങ്ങയുടെ ഒരു കൃപാ കടാക്ഷം മതി. അങ്ങൊന്ന് നോക്കിയാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കും. എല്ലാ വേദനകളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കും. ഈശോയുടെ അടുത്തേക്ക് വന്ന് കർത്താവേ, ഇതാ ഞങ്ങൾ ആ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തോടെ അങ്ങയൊന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, അങ്ങയൊന്ന് തൊടാനായിട്ട് ആഗ്രഹിക്കുന്നു, അങ്ങയുടെ വചനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദിവ്യ കാരുണ്യത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ഇപ്പോൾ വർഷിക്കണം കർത്താവേ. ഇപ്പോൾ ഞങ്ങളെ തൊടണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ശരീരത്തിൻ്റെ ഓരോ അംശങ്ങളിലേക്കും അങ്ങയുടെ ശക്തി ഒഴുകിയിറങ്ങാൻ ഇടയാകട്ടെ. എല്ലാ സഹനങ്ങളെയും കർത്താവേ ഒരു കാഴ്ചയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തുക മക്കളെ, രണ്ട് കൈകൾ ഉയർത്തിയിട്ട് യേശുവേ എന്ന് വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ തൊടും, ഇന്ന് നമ്മളെ അനുഗ്രഹിക്കും. വിളിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. ഒരുമിച്ച് വിളിച്ചുണരട്ടെ. യേശുവേ, കർത്താവേ, കാഴ്ചകളാക്കി. കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി.
എൻ്റെ ഈശോയെ, രക്തസ്രാവക്കാരി സ്ത്രീ അങ്ങയുടെ അടുത്ത് എല്ലാവരുടെ ഇടയിലൂടെയും തിരക്കി വന്ന് അങ്ങയൊന്ന് തൊട്ടപ്പോൾ ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചല്ലോ. ജീവിതത്തിലെ ക്രമമല്ലാത്ത ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ അങ്ങ് ക്രമീകരിച്ചു കൊടുത്തല്ലോ കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ നമുക്ക് കർത്താവിൻ്റെ അടുത്തോട്ട് വരാം. നമ്മുടെ ജീവിതങ്ങൾ ക്രമം തെറ്റിയുള്ള ജീവിതമായിരിക്കും. ദുശീലങ്ങളുണ്ടാകും, ദുഷ്തൊഴുക്കങ്ങളുണ്ടാകും, പാപ സാഹചര്യങ്ങളായിരിക്കും ജീവിക്കുന്നത്. കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാകും. അപ്പനോ അമ്മയും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ വഴക്കുണ്ടായിരിക്കും, ദേഷ്യമുണ്ടായിരിക്കും, അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടായിരിക്കും. കുടുംബങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം അങ്ങേയറ്റത്തെ വിഷമത്തിലായിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ദിവ്യകാരുണ്യമായി ഈശോ ക്രമീകരിച്ചു തരും. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും താളവും തന്ന് കർത്താവ് അനുഗ്രഹിക്കും. അതിന് മക്കളെ, കർത്താവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും മാറ്റിക്കളഞ്ഞ് കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞ പോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ഇന്ന് ഈശോ നമ്മളോട് പറയും. രണ്ട് കൈകൾ ഉയർത്തുക മക്കളെ, ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക, വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു, കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു. വിളിച്ചുണരട്ടെ. സകല സഹനങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് വിളിക്കാം. ഈശോയേ, സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. കൈകൾ കൂപ്പി മുട്ടുകൾ കുത്തിക്കൊണ്ട് സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. മക്കളെ, രണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഈശോ തെരഞ്ഞു പിടിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കും. ആ ആശീർവാദം സ്വീകരിക്കാനായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും